നെക്സ്റ്റ് നമുക്ക് പ്രീ സ്ട്രെസ്സിലെ ലോസിൻ്റെ പ്രോബ്ലമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ലോസസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ലോസ് ഉണ്ട്, ടൈം ഡിപ്പെൻഡൻറ്റ് ലോസ് ഉണ്ട്. ഇമ്മീഡിയറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ഷോർട്ടനിങ്, ഫ്രിക്ഷൻ, ആങ്കറേജ്, സ്ലിപ്പാണ്. അത് ഇലാസ്റ്റിക് ഷോർട്ടനിങ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പ്രീ ടെൻഷൻഡ് മെമ്പറിൽ നിർബന്ധമായിട്ട് ഉണ്ടാകുന്നതാണ്. പോസ്റ്റ് ടെൻഷൻഡ് മെമ്പറിൽ അതിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് ഉണ്ടാവാണ്ടിരിക്കാനും ചാൻസ് ഉണ്ട്. അതാണ് ഇലാസ്റ്റിക് ഷോർട്ടനിങ്. ഫ്രിക്ഷനും ആങ്കറേജ് സ്ലിപ്പും എന്ന് പറയുന്നത് പോസ്റ്റ് ടെൻഷനിങ്ങിന് മാത്രം ഉണ്ടാകുന്ന രണ്ടെണ്ണമാണ് ഫ്രിക്ഷനും ആങ്കറേജ് സ്ലിപ്പും. അത് കഴിഞ്ഞിട്ട് ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ക്രീപ്പ്, ഷ്രിങ്കേജ്, റിലാക്സേഷൻ, അത് രണ്ടിനും പ്രീ ടെൻഷൻഡ് ആയാലും വേണ്ടില്ല, പോസ്റ്റ് ടെൻഷൻഡ് ആയാലും വേണ്ടില്ല, രണ്ടിനും ഉണ്ടാകുന്ന ലോസാണ് ഇത് മൂന്നെണ്ണം. അപ്പോൾ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ എഫ് സി ആണ്. അപ്പോൾ ആൽഫ എഫ് സി അല്ലെങ്കിൽ എം എഫ് സി എന്ന് എഴുതാം. ഇവിടെ എം അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് മോഡുലാർ റേഷ്യോ ആണ്. എഫ് സി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ലെവൽ ഓഫ് ടെൻഡൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഡെറിവേഷനൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലോസ് ഇൻ സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ, അപ്പോൾ സ്ട്രെസ് കാണുമ്പോൾ നമുക്ക് സ്ട്രെയിൻ ഇൻ സ്റ്റീൽ ഇൻറ്റു ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ, അതാണ് നമ്മുടെ ലോസ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ നമുക്ക് സ്റ്റീലിലുള്ള ലോസ് ആയതുകൊണ്ട് സ്റ്റീലിലുള്ള സ്ട്രെയിൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം സ്ട്രെസ് കോമ്പാക്റ്റിവിറ്റി ഇക്വേഷൻ കാരണം ഇ എസ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിലുള്ള സ്ട്രെയിനിന് ഈക്വൽ ആണ്. കോൺക്രീറ്റിലെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺക്രീറ്റിലെ എഫ് സി ബൈ ഇ സി ആണ് കോൺക്രീറ്റിലുള്ള സ്ട്രെയിൻ. കോൺക്രീറ്റിലുള്ള സ്ട്രെയിനിന് ഇ സി എന്ന് എടുക്കുകയാണെങ്കിൽ ഈ എഫ് സി ബൈ ഇ സി ആണ് നമുക്കറിയാം. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് സി ബൈ ഇ സി ഈസ് ഈക്വൽ ടു ഇ എസ് ഇൻറ്റു ഇ എസ് എന്ന്. അപ്പോൾ ഇ എസ് ബൈ ഇ സിനെ നമുക്ക് എന്ത് ചെയ്യാം? മോഡുലാർ റേഷ്യോ എന്ന് പറഞ്ഞ് മാറ്റി എഴുതാം. എഫ് സി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദി ലെവൽ ഓഫ് ടെൻഡൻ. ഇത് എങ്ങനെയാണ് നമ്മളിത് ഡിറൈവ് ചെയ്തത്? ഇവിടെ സ്ട്രെസ് കോമ്പാക്റ്റിവിറ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. അതായത് സ്റ്റീലിലുള്ള സ്ട്രെയിനാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സ്റ്റീലിലുള്ള സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിലുള്ള സ്ട്രെയിൻ തന്നെ ആയിരിക്കും എന്നാണ് സ്ട്രെയിൻ കോമ്പാക്റ്റിവിറ്റി ഇക്വേഷൻ പറയുന്നത്. പിന്നെ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ഒന്നും ചെയ്തിട്ടില്ല, ബൈ ഹാർട്ട് ഇക്വേഷൻ മാത്രം പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പി എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് ഡിസ്റ്റൻസിലുള്ള പ്രീ സ്ട്രെസ്സിൻ്റെ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കാണാനുള്ള ഇക്വേഷൻ ആണ് P0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് മ്യൂ ആൽഫ പ്ലസ് കെ എക്സ് എന്നാണ്. ഇവിടെ പി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ജാക്കിങ് എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് പി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ P0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്രീ സ്ട്രെസ്, അതായത് ഇനീഷ്യൽ പ്രീ സ്ട്രെസ് അറ്റ് ജാക്കിങ് എൻഡ്, ജാക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ടോട്ടൽ പ്രീ സ്ട്രെസ്സിനാണ് നമ്മൾ P0 എന്ന് പറയുന്നത്. പിന്നെ മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് ബിറ്റ്വീൻ ഡക്റ്റ് ആൻഡ് കോൺക്രീറ്റ്. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാക്കിംഗ് പോയിന്റും, അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റും തമ്മിൽ നമ്മൾ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലുണ്ടാവുന്ന ക്യുമുലേറ്റീവ് ആംഗിൾസ് ഇൻ റേഡിയൻസ് ആണ് ആൽഫ എന്ന് പറഞ്ഞാൽ. കെ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഡ്യൂ ടു വേവ് ഇഫക്റ്റ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതാണ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി ഇ എസ് ഇൻറ്റു ഡെൽറ്റ ബൈ എൽ. ഇത് നമ്മൾ കണ്ടെത്തിയത് നേരത്തെ സെയിം പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. അതായത് നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ എസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ പി എ ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ബൈ എൽ. ഡെൽറ്റ എന്ന് പറയുന്നത് ആങ്കറേജ് സ്ലിപ്പ്, എൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോസ് പി ബൈ എ എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താം. പി ബൈ എ എന്ന് പറഞ്ഞാൽ ഇ എസ് ഡെൽറ്റ ബൈ എൽ ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ ആങ്കറേജ് സ്ലിപ്പിൻ്റെ ഇക്വേഷനിൽ എത്തിയത്. പിന്നെ ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. ഇനി നെക്സ്റ്റ് പറയുന്നത് മൂന്നെണ്ണം പറഞ്ഞാൽ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. ക്രീപ്പ് ഓഫ് കോൺക്രീറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി 5FC ഇൻറ്റു ആൽഫ ഇ. അപ്പോൾ 5FC ഇൻറ്റു ആൽഫ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഇക്ക് പകരം നമുക്ക് മോഡുലാർ റേഷ്യോ എന്ന് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇവിടെ 5 എന്ന് പറഞ്ഞാൽ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ആണ്. FC എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദി ലെവൽ ഓഫ് ടെൻഡൻ ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ മോഡുലാർ റേഷ്യോ ആണ്. അത് നമ്മൾ ഡിറൈവ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോസ് ഡ്യൂ ടു ക്രീപ്പ് എന്ന് പറയുമ്പോൾ ക്രീപ്പ് സ്ട്രെയിൻ, അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിരുന്നു നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിന് നമുക്ക് ക്രീപ്പ് റേഷ്യോ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. നമുക്കറിയാം അൾട്ടിമേറ്റ് ക്രീപ്പ് റേഷ്യോ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ഇലാസ്റ്റിക് ക്രീപ്പ് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ്. ഇലാസ്റ്റിക് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ് അപ്പോൾ ക്രീപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ഇലാസ്റ്റിക് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ് ആണ് എന്ത് EC അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് എപ്സിലോൺ സിക്ക് നമുക്ക് എന്താ 5 ഇൻറ്റു
എപ്സിലോൺ ഇ എന്ന് എഴുതാം. എപ്സിലോൺ ഇ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ്. അപ്പോൾ ഇലാസ്റ്റിക് സ്ട്രെയിനിൻ്റെ കോൺക്രീറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഇലാസ്റ്റിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് അത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എപ്സിലോൺ സിക്ക് പകരം 5 എപ്സിലോൺ ഇ, അപ്പോൾ 5 എപ്സിലോൺ ഇക്ക് പകരം നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എഫ് സി ബൈ ഇ സി. അത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു എക്സ്പ്രഷൻ കണ്ടെത്തിയത് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിനിന് നമ്മളൊരു എക്സ്പ്രഷൻ കണ്ടെത്തി 5 ഇൻറ്റു എഫ് സി ഡിവൈഡഡ് ബൈ ഇ സി എന്ന്. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5 ഇൻറ്റു എഫ് സി ഡിവൈഡഡ് ബൈ ഇ സി ഇൻറ്റു ഇ എസ് എന്ന് കിട്ടും. ഇതിൽ ഇ എസ് ബൈ ഇ സി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലാർ റേഷ്യോ ആണ്. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇവിടെ ഡിറൈവ് ചെയ്തത്. 5 എന്ന് പറഞ്ഞാൽ ക്രീപ്പ് കോഫിഷ്യൻറ്റ്, എഫ് സി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അറ്റ് കോൺക്രീറ്റ് അറ്റ് ദി ലെവൽ ഓഫ് ടെൻഡൻ, ആൽഫ എന്ന് പറഞ്ഞാൽ മോഡുലാർ റേഷ്യോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക, അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ലോസ് ഡ്യൂ ടു ശ്രിങ്കേജ് കാരണം ലോസ് കാണണമെങ്കിൽ സെയിം ഇക്വേഷൻ തന്നെ. ഒരു ലോസ് സ്ട്രെസ്സാണ് കാണണമെങ്കിൽ അവിടെ സ്ട്രെയിൻ ഇൻറ്റു ഇ എസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ശ്രിങ്കേജ് കാരണമുള്ളതായതുകൊണ്ട് നമ്മൾ ശ്രിങ്കേജ് കാരണമുള്ള സ്ട്രെയിൻ കൺസിഡർ ചെയ്തു. എപ്സിലോൺ സി എസ് എന്നാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുക. ശ്രിങ്കേജ് കാരണമുള്ള സ്ട്രെയിൻ. ഇ എസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ. അപ്പോൾ ഈ എപ്സിലോൺ സി എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പ്രീ ടെൻഷനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 3 × 10⁻⁴ എന്നെടുക്കും. പോസ്റ്റ് ടെൻഷനിങ് ആണ് നമ്മൾ യൂസ് ചെയ്തതെങ്കിൽ 2 × 10⁻⁴ ഡിവൈഡ് ബൈ log to the base of 10 t+2 എന്ന് പറഞ്ഞ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മളത് കണ്ടെത്തണം. എന്നിട്ട് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലോസ് ഡ്യൂ ടു ശ്രിങ്കേജ് കിട്ടും. അതിനുശേഷം ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ. അത് എത്രയൊരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ്, ഒരു ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിൻ്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ആയിരിക്കും അത് കാരണം ലോസ് ആവുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഇനീഷ്യൽ പ്രീസ്ട്രെസ് ആണ് ഡ്യൂ ടു റിലാക്സേഷൻ ലോസ് ആവുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് ലോസ് ഡ്യൂ ടു റിലാക്സേഷനും കാണാം. അപ്പോൾ ഈ ഒരു ഫൈനൽ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. അതിൻ്റെ ഓരോ ടേംസും എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ പ്രീ ടെൻഷൻഡ് കോൺക്രീറ്റ് ബീം. പ്രീ ടെൻഷൻ, ഇതിൽ ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. പ്രീ ടെൻഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റ് ബീം ഓഫ് 200 mm by 300 mm ഈസ് pre-stressed by 10 wires of 7 mm dia. Initial stress 1200 Newton/mm², with their centroid located 100 mm from soffit. The maximum stress in concrete immediately after transfer, allowing only for elastic shortening of concrete. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദ മാക്സിമം സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ട്രാൻസ്ഫർ അലോയിങ് ഓൺലി ഫോർ ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഓൺ കോൺക്രീറ്റ്. അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഷോർട്ടനിങ് ആണ്. ആ ഇലാസ്റ്റിക് ഷോർട്ടനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്രയാണ് മാക്സിമം സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്, അതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതുപോലെ നമ്മൾ പിന്നെ എന്ത് കണ്ടെത്തേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇഫ് ദ കോൺക്രീറ്റ് അണ്ടർഗോ ഫർദർ ഷോർട്ടനിങ് ഡ്യൂ ടു ക്രീപ്പ് ശ്രിങ്കേജ് while there is a relaxation of 5% of initial stress. അപ്പം പിന്നെ നമുക്ക് നെക്സ്റ്റ് കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ആണ്. ടോട്ടൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് നമുക്ക് കണ്ടെത്തണം. ഈ ഇലാസ്റ്റിക് ഷോർട്ടനിങ്ങിന് ശേഷം അവിടെ ഒരു റിലാക്സേഷൻ കാരണം 5% ലോസ് ഉണ്ട്. പിന്നെ ക്രീപ്പും ഷ്രിങ്കേജും കാരണം ലോസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ എത്ര ലോസ് ഉണ്ടായെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ആഫ്റ്റർ ഇലാസ്റ്റിക് ഷോർട്ടനിങ് എത്രയാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നതെന്നാണ്. അതിനുശേഷം ടോട്ടൽ അവിടെ എത്ര ലോസ് ഉണ്ടായിരുന്നു, ഇത് രണ്ടുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നെ ഫിഗർ വരയ്ക്കാം. നമ്മൾ 200 mm by 300 mm ആണ്. പിന്നെ അവിടെ വയേഴ്സ് എന്ന് പറഞ്ഞാൽ 7 mm ഡയേൻ്റെ 10 വയേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഈ വയേഴ്സ് എന്ന് പറഞ്ഞാൽ 7 mm ആണ്. അങ്ങനത്തെ 10 നമ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ ഈ ഒരു ടെൻഡൻസ് എന്ന് പറയുന്നത് സോഫിറ്റിൽ നിന്ന് 100 mm അബവ് ആണ്. സോഫിറ്റിൽ 100, അപ്പോൾ അതായത് ബേസിൽ നിന്ന് 100 mm മുകളിലായിട്ടാണ് നമ്മുടെ ഈ ടെൻഡൻസ് നിൽക്കുന്നത്. അപ്പോൾ ഈ എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ടെൻഡറും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം മൊത്തം 300 ആയതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 150 mm ആയിരിക്കും. അപ്പോൾ 150 mm ആയിരിക്കും. പക്ഷേ നമ്മുടെ ഇത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ബേസിൽ നിന്ന് 100 mm എബവ് ആണ്. അപ്പോൾ നമ്മുടെ എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം 150 ആണ്. 150 - 100 ചെയ്യുന്ന സമയത്ത് 50 ആണ് നമുക്ക് എസെൻട്രിസിറ്റി എന്ന് കിട്ടുക. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഗിവൺ ഡാറ്റാസ് എന്ന് പറയുന്നത്.
പിന്നെ ലാസ്റ്റ് നമുക്ക് എഫ് സി കെ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന എഫ് സി കെ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രീപ്പ് കോയിഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ശ്രിങ്കേജ് സ്ട്രെയിൻ 3×10⁻⁴ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ പ്രീടെൻഷൻ്റെ ആണെന്ന് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് അതൊരു 3×10⁻⁴ എന്ന് തരേണ്ട ആവശ്യമില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ് 3×10⁻⁴ എന്നുള്ളത്. നമുക്കിതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനീഷ്യൽ പ്രീ സ്ട്രെസ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കറിയാം നമുക്ക് ഡയറക്റ്റ് പ്രീ സ്ട്രെസ് തന്നിട്ടില്ല, നമുക്ക് സ്ട്രെസ് ആയിട്ടാണ് തന്നത്. സ്ട്രെസ് എന്ന് പറയുന്നത് 1200 Nm/mm² ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫോഴ്സ് കാണണമെങ്കിൽ ഇൻറ്റു ഏരിയ ചെയ്യണം. ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നിൻ്റെ ഡയമീറ്റർ 7 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 5/4 7² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഡൻ്റെ ഏരിയ കിട്ടും. അങ്ങനത്തെ 10 എണ്ണം ഉണ്ട്. അപ്പോൾ 1200 × 10 × 5/4 7² എന്ന് ചെയ്ത് കഴിഞ്ഞാൽ 462 kN എന്ന് കിട്ടി. അപ്പോൾ ഇനീഷ്യൽ പ്രീ സ്ട്രെസ് എന്ന് പറയുന്നത് 462 kN ആണ്. ഇനീഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് 1200 Nm/mm² ആണ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഇനീഷ്യൽ പ്രീ സ്ട്രെസ് ഫോഴ്സ് കണ്ടെത്തിയത്. ഈ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടണിങ് ഓഫ് കോൺക്രീറ്റ്. ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടണിങ് ഓഫ് കോൺക്രീറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ആൽഫ എഫ് സി അല്ലെങ്കിൽ എം എഫ് സി എന്ന് എഴുതാം. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചു വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യാം. എം എന്ന് പറഞ്ഞാൽ മോഡുലാർ റേഷ്യോ, അല്ലെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ മോഡുലാർ റേഷ്യോ. അപ്പോൾ എഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദി ലെവൽ ഓഫ് ടെൻഡൻ വെക്കുന്നത്, ടോപ്പിലോ ബോട്ടത്തിലോ അല്ല, ടെൻഡൻ നിൽക്കുന്ന ലെവലിലുള്ള സ്ട്രെസ്സാണ് എഫ് സി എന്ന് പറഞ്ഞാൽ. ആൽഫ എന്ന് പറഞ്ഞാൽ മോഡുലാർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ എന്നാൽ 2×10⁵ ആണെന്ന് നമുക്കറിയാം. ആ വാല്യൂ നമുക്ക് എല്ലാവർക്കും ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 2×10⁵ Nm/m². മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ 5000 റൂട്ട് എഫ് സി കെ ആണ്. 5000 × √FC ആണ്. ഇത് ആസ് പെർ കോഡ് EC. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ഫോർ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ 5000 √FC ആണ്. അപ്പോൾ എഫ് സി കെൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എഫ് സി കെൻ്റെ വാല്യൂ 42 Nm/mm² ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് മോഡുലാർ റേഷ്യോ 6.48 എന്ന് കിട്ടും. ഈ നെക്സ്റ്റ് എഫ് സി കാണും. എഫ് സി എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദി ലെവൽ ഓഫ് ടെൻഡൻ ആണ്. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഇപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി, വേറൊരു ഫോഴ്സും കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണമുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P/A, പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. പിന്നെ പ്രീ സ്ട്രെസ്സിൻ്റെ ടെൻഡൻസ് ഒരു എസെൻട്രിസിറ്റിയിൽ സിറ്റുവേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ബെൻഡിങ് ആ സ്ട്രെസ്സും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PE/Z അറ്റ് ദി ലെവൽ ഓഫ് സ്റ്റീൽ. അതായത് നമ്മൾ PE/Z ആണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ Z എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കൺസിഡർ ചെയ്യണം? അറ്റ് ദി ലെവൽ ഓഫ് സ്റ്റീലുള്ള സെക്ഷൻ മോഡുലസ് വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടി. കാരണം എഫ് സി എന്ന് പറയുന്നത് നമ്മൾ അറ്റ് ദി ലെവൽ ഓഫ് ടെൻഡൻ ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ P/A പ്ലസ് PE × Z അറ്റ് ലെവൽ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? Z എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെഡിൻ്റെ ഇക്വേഷൻ എന്താണ്? Z എന്ന് പറഞ്ഞാൽ I/Y ആണ്. Z എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഡിവൈഡ് ബൈ Y ആണ്. ഈ Y എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ് ആണോ നമ്മൾ കണ്ടെത്തേണ്ടത്, അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ബോട്ടാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിന്ന് ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും Y വരിക. ടോപ്പ് ആണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിന്ന് ടോപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും Y വരിക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദി ലെവൽ ഓഫ് ടെൻഡൻ. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിന്ന് ടെൻഡൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഫ് സി എന്ന് പറഞ്ഞാൽ P/A, നമുക്ക് ടോട്ടൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 462 × 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ ഓഫ് കോൺക്രീറ്റ് എത്രയാണ്? ഏരിയ ഓഫ് കോൺക്രീറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 200/300 ആണ്. പ്ലസ് PE × YB/I. P എന്ന് പറയുന്നത് 460 × 10⁻³ ന്യൂട്ടണിലേക്ക് മാറ്റി. പിന്നെ E എന്ന് പറയുന്നത് എന്താണ്? എസെൻട്രിസിറ്റി ആണ് 50. YB എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് നമ്മുടെ ടെൻഡനിലേക്കുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ YB എന്ന് പറയുന്നത്. അതവിടെ E തന്നെയായിരിക്കും വരിക. അപ്പോൾ 50, ഈൻ്റെ സെയിം വാല്യൂന് 50 വരും. ഡിവൈഡ് ബൈ I എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ BDQ/12, 200 × 300³/12. അത് ചെയ്യുന്ന സമയത്ത് 10.267 Nm² എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷനിലുള്ള രണ്ട് വാല്യൂസ് നമ്മൾ കണ്ടെത്തി. ആൽഫ എന്താണെന്ന് കണ്ടെത്തി, എഫ് സി എന്താണെന്ന് കണ്ടെത്തി. ഇനി ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടണിങ് കണ്ടെത്തണമെങ്കിൽ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.
ആൽഫ എന്ന് പറഞ്ഞാൽ 6.42, എഫ് സി എന്ന് പറഞ്ഞാൽ 10.267. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 66.53 ന്യൂട്ടൺ എം സ്ക്വയറിന് കിട്ടി. അതായത് ഇലാസ്റ്റിക് ഷോർട്ടൺ ആഫ്റ്റർ ട്രാൻസ്ഫർ ഇലാസ്റ്റിക് ഷോർട്ടണിങ് കാരണം 66.53 ന്യൂട്ടൺ എം സ്ക്വയർ സ്ട്രെസ് ആണ് ലോസ് ആയി. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ആഫ്റ്റർ ഇലാസ്റ്റിക് ഷോർട്ടണിങ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1200 മൈനസ് 66.53 ചെയ്യുന്ന സമയത്ത് 1133.47 ന്യൂട്ടൺ എം സ്ക്വയർ എന്ന് കിട്ടി. അതാണ് അവിടെ ഉണ്ടാകുന്ന മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്ട്രെസ്സ് കുറഞ്ഞതുകൊണ്ട് തന്നെ ഇലാസ്റ്റിക് ഷോർട്ടണിങ് കാരണം സ്ട്രെസ്സ് കുറഞ്ഞതുകൊണ്ട് പ്രീ ടെൻഷനിങ് ഫോഴ്സും എന്ത് ചെയ്യും? കുറയും. പ്രീ സ്ട്രെസ് ഫോഴ്സും എന്ത് ചെയ്യും? കുറയും. അപ്പം നമുക്ക് പി എന്ത് ചെയ്യും? അവിടെ ചേഞ്ച് ചെയ്യും. നമ്മൾ ഇനീഷ്യലി കണ്ടെത്തിയ പി എന്ന് പറയുന്നത് 1200 ഇൻറ്റു ഏരിയ ഓഫ് ടെൻഡൻ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് പക്ഷേ എന്ത് ചെയ്ത് നമ്മൾക്ക് ഒരു 66.53 ലോസ് വന്നതുകൊണ്ട് തന്നെ പിന്നെ 1200 അവിടെ ഇല്ല. അതിന് 66.53 ഡിഡക്ട് ചെയ്തിട്ട് 1133.47 ന്യൂട്ടൺ എം സ്ക്വയറേ ഉള്ളൂ. അപ്പോൾ നമ്മളത് വെച്ചിട്ട് ന്യൂ പ്രീ സ്ട്രെസ് ഫോഴ്സ് കാണും. അങ്ങനെ ന്യൂ പ്രീ സ്ട്രെസ് ഫോഴ്സ് കണ്ടു. അത് 436 കിലോ ന്യൂട്ടൺ എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ന്യൂ എഫ് സി അറ്റ് ദി ലെവൽ ഓഫ് സ്റ്റീൽ. അങ്ങനെയാണെങ്കിൽ ന്യൂ എഫ് സി എത്രയായിരിക്കും? അതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ദ മാക്സിമം സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ട്രാൻസ്ഫർ അലോയിങ് ഫോർ ഇലാസ്റ്റിക് ഷോർട്ടണിങ് ഓഫ് ദി കോൺക്രീറ്റ്. ഇനി അതേപോലെ തന്നെ നമ്മൾ അറ്റ് ദി ലെവൽ ആ സ്റ്റീലിൻ്റെ ലെവലിൽ എത്രയായിരിക്കും പിന്നെ ഉണ്ടാവുക? അറ്റ് ദി ലെവൽ ഓഫ് ടെൻഡൻസ് എന്താണ് ബാക്കി പ്രീ സ്ട്രെസ് ഫോഴ്സ് ഉണ്ടാവുക എന്ന് നോക്കാം. ഇപ്പം ന്യൂ എഫ് സി അറ്റ് ദി ലെവൽ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? P/A പ്ലസ് PE/B/I എന്നായിരിക്കും. പിക്ക് പകരം പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? 436 ഇൻറ്റു 10⁻³ ആണ്. എ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഓഫ് കോൺക്രീറ്റ് ആണ്. പി എന്ന് പറയുന്നത് മാറി. പി എന്ന് പറയുന്നത് ന്യൂ പി എന്ന് പറയുന്നത് 436 ഇൻറ്റു 10⁻³ ഇൻറ്റു YB എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ 50, YB എന്ന് പറഞ്ഞാൽ 50 ഡിവൈഡ് ബൈ I എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു 300³/12. അത് ചെയ്യുമ്പോൾ 9.69 ന്യൂട്ടൺ എം സ്ക്വയറിന് കിട്ടി. സോ മാക്സിമം സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് എവിടെയാണ്? അറ്റ് ദി ലെവൽ ഓഫ് സ്റ്റീൽ എന്നും കൂടി വേണേ. മാക്സിമം സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദി ലെവൽ ഓഫ് സ്റ്റീൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ട്രാൻസ്ഫർ ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടണിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 9.69 ന്യൂട്ടൺ എം സ്ക്വയർ എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ ലോസും അതുപോലെ എത്ര പെർസെൻറ്റേജ് ആണ് ടോട്ടൽ ലോസ് ആയതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ലോസും അവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ലോസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഷോർട്ടണിങ് കാരണമുള്ള ലോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിപ്പം കണ്ടെത്തി. അതിനുശേഷം ക്രീപ്പും ഷ്രിങ്കേജും കാരണമുള്ള ലോസ് കണ്ടെത്തണം. റിലാക്സേഷനും കാരണമുള്ള ലോസും കണ്ടെത്തണം. ആങ്കറേജ് സ്ലിപ്പും ഫ്രിക്ഷനും എന്തുണ്ടാവില്ല? ഇതിലുണ്ടാവില്ല. ഇത് പ്രീ ടെൻഷനാണ്. പോസ്റ്റ് ടെൻഷനാണെങ്കിൽ അതിലെന്തുണ്ടാവുള്ളൂ? ആങ്കറേജും അതുപോലെ ഫ്രിക്ഷനും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് രണ്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ക്രീപ്പും അതുപോലെ ഷ്രിങ്കേജും വഴിയുള്ള ലോസസും കൂടി കണ്ടെത്താം. ലോസ് ഡ്യൂ ടു ക്രീപ്പിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഫൈ ഇൻറ്റു എഫ് സി ഇൻറ്റു ആൽഫയാണ്. ഫൈ എന്ന് പറഞ്ഞാൽ ക്രീപ്പ് കോയിഫിഷ്യൻ്റ് ആണ്. ക്രീപ്പ് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 1.6 ആണ്. പിന്നെ ആൽഫ എന്ന് പറഞ്ഞാൽ മോഡുലാർ റേഷ്യോ ആണ്. 6.42 എന്ന് കണ്ടെത്തി. എഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ലെവൽ ഓഫ് ടെൻഡൻ ആണ്. അപ്പോൾ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ലെവൽ ഓഫ് ടെൻഡൻ നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇലാസ്റ്റിക് ഷോർട്ടണിങ് കാരണം ഒരു ലോസ് ഉണ്ടായി. അതിന് ശേഷമുള്ള സ്ട്രെസ് മാത്രമേ നമുക്ക് ക്രീപ്പിനും ഷ്രിങ്കേജിനും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എഫ് സി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ലോസ് കണ്ടതിന് ശേഷമുള്ള അറ്റ് ദി ലെവൽ ഓഫ് സ്റ്റീലിലുള്ള സ്ട്രെസ് വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടി. അത് വേണ്ടിയാണ് നമ്മളത് കണ്ടെത്തിയിട്ട് പുതിയ 9.69 ന്യൂട്ടൺ എം സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സ്ട്രെസ് അറ്റ് ദി ലെവൽ ഓഫ് സ്റ്റീൽ കണ്ടെത്തിയത്. അപ്പോൾ ആ 9.69 വേണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് 100.465 ന്യൂട്ടൺ എം സ്ക്വയറിന് കിട്ടി. ഡ്യൂ ടു ഷ്രിങ്കേജ് കാരണമുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്റ്റീൽ ഇൻറ്റു ഷ്രിങ്കേജ് സ്ട്രെയിൻ. അത് രണ്ടും നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 63 ന്യൂട്ടൺ എം സ്ക്വയറിന് കിട്ടി. ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ 5% ഓഫ് ഇനീഷ്യൽ സ്ട്രെസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 1200 ആണ്. അപ്പോൾ അതിൻ്റെ 5% കാണുമ്പോൾ 60 ന്യൂട്ടൺ എം സ്ക്വയറിന് കിട്ടി. അപ്പോൾ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ 66.53 പ്ലസ് 100.465 പ്ലസ് 63 പ്ലസ് 6. ഈ 66.53 പറഞ്ഞാൽ ഇലാസ്റ്റിക് ഷോർട്ടണിങ് കാരണമുള്ളതാണ്. 100.465 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്രീപ്പ് കാരണമുള്ളതാണ്. 63 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രിങ്കേജ് കാരണമുള്ളതാണ്. 60 എന്ന് പറയുന്നത് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീലാണ്. അപ്പോൾ എല്ലാം കൂടി ചെയ്യുമ്പോൾ 290 Nm² ആണ് അവിടെ നിന്ന് ലോസ് ആയി പോയത്. അപ്പോൾ പെർസെൻറ്റേജ് ലോസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോസ് നമുക്കറിയാം 290 ആണ്. ഇനീഷ്യൽ എത്ര ഉണ്ടായിരുന്നു 1200 ആണ്. അത് നമ്മൾ റേഷ്യോ കണ്ടിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ പെർസെൻറ്റേജ് ലോസ് കണ്ടെത്തും. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒന്ന് ടോട്ടൽ പെർസെൻറ്റേജ് ലോസ് ആണ്, അതിങ്ങനെയും കണ്ടെത്തുക. പിന്നെ ചോദിച്ചത് ആഫ്റ്റർ എന്താണ് സ്ട്രെസ് എന്താ പറയുക ഇലാസ്റ്റിക് ഷോർട്ടണിങ് കാരണം മാക്സിമം സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ആണ്. അപ്പം ആദ്യം ഇനീഷ്യൽ 1200 ആണ്. അപ്പോൾ ഇലാസ്റ്റിക് ഷോർട്ടണിങ് കാരണം അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 1200 മൈനസ് ആ ലോസ്, ഇലാസ്റ്റിക് ഷോർട്ടണിങ് കാരണം ലോസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഇത് കണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ വീണ്ടും FC കണ്ടത് എന്തെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ക്രീപ്പും അതുപോലെ തന്നെ ഷ്രിങ്കേജ് ഒക്കെ കാണുമ്പോൾ അവിടെ നമ്മൾ FC എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യുന്നുണ്ട്. FC എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ലെവൽ ഓഫ് ടെൻഡൻ ആണ്. പക്ഷേ ഇലാസ്റ്റിക് ഷോർട്ടണിങ് കാരണം കുറച്ച് സ്ട്രെസ്സാണ് ലോസ് ആയതുകൊണ്ട് ആ ലോസ് ആയതും കൂടി കൺസിഡർ ചെയ്തിട്ട് ന്യൂ പി കൺസിഡർ ചെയ്തിട്ട് വേണം, ന്യൂ പ്രീ സ്ട്രെസ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ FC അറ്റ് ദി ലെവൽ ഓഫ് ടെൻഡൻസ് കാണാൻ വേണ്ടി. അങ്ങനെ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് 9.69 Nm² എന്നുള്ളത്. ഇതാണ് പിന്നെ നെക്സ്റ്റ് നമ്മൾ ക്രീപ്പും ഷ്രിങ്കേജും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ FC ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. പ്രീ ടെൻഷൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഒരു പോസ്റ്റ് ടെൻഷൻ്റെ പ്രോബ്ലം നോക്കാനുണ്ട്.